ഇടതുപക്ഷ ഭരണം മടുത്ത ജനങ്ങളാണ് UDFനെ ശക്തമായ മുന്നേറ്റത്തിലൂടെ അധികാരത്തിലേറ്റിയതെന്ന് സംസ്ഥാനത്തെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വിജയിച്ച KK ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ചിട്ടയായ മുന്നണി സംവിധാനത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ UDFന് ചരിത്ര വിജയമുണ്ടായി. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും തന്റെ ഭൂരിപക്ഷം കുതിച്ചുയർന്നതിന് കാരണമായെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ മലബാർ ന്യൂസിനോട് പറഞ്ഞു. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും 62,638 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗിലെ KK ആബിദ് ഹുസൈൻ തങ്ങൾ വിജയിച്ചത്. മലപ്പുറം ജില്ലയിലെയും സംസ്ഥാനത്തെയും മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണിത്. മൂന്നാം തവണയാണ് ആബിദ് ഹുസൈൻ തങ്ങൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 10 വർഷത്തെ ഇടതു സർക്കാർ ഭരണം ജനങ്ങൾക്ക് മടുത്തതിന്റെ പ്രതികരണമാണ് വലിയ തരംഗം ഉണ്ടാക്കി UDF അധികാരത്തിലെത്താൻ കാരണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ചിട്ടയായ മുന്നണി സംവിധാനത്തിലൂടെ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ പ്രവർത്തിച്ചതും ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിന് കാരണമായെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ഒരു വലിയ മുന്നോക്കമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഇടതുപക്ഷ മുന്നണിയുടെ 10 വർഷകാലത്തെ ഭരണം കേരളത്തെ വല്ലാതെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയൊരു കടമാണ് വന്നിട്ടുള്ളത്. 6 ലക്ഷം കോടിയിലധികം രൂപ കടം കേരളത്തിൽ വന്നു. വികസനങ്ങളെല്ലാം മുരടിച്ചു പോയി. ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒരു പ്രതീകമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി. ഇത്തരത്തിലുള്ള ഒരുപാടേറെ പ്രയാസങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനവും അതോടൊപ്പം തന്നെ ഒരു മുന്നണി സംവിധാനം ഐക്യജനാധിപത്യ മുന്നണി വളരെ ഭംഗിയായി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തന്നെ പാർലമെന്റ് ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും വളരെ കൃത്യമായ നിലപാടുകളുമായി മുന്നണി സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിൻ്റെ ഒരു വിജയം നമ്മൾ രണ്ടിലും കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കൊണ്ടുപോയതിൻ്റെ ഭാഗമായും വലിയ ഒരു മുന്നോക്കമാണ് ഉണ്ടായത് ഐക്യജനാധിപത്യ മുന്നണിക്ക്. അതുകൊണ്ടാണ് 102 സീറ്റ് നമുക്ക് നേടാനായത്. അതോടൊപ്പം തന്നെ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷകാലമായി നമ്മൾ നിരന്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയാണ്. എല്ലാ ആളുകളുമായും സഹവസിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വലിയ ഒരു കൂട്ടായ്മയാണ് അവിടെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷകാലമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല ഒരു പ്രതീക്ഷയും നല്ല ഒരു ഭൂരിപക്ഷവും ഉണ്ടാകും എന്ന് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 45-50ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഈ ആൻറ്റി ഇൻകമൻസി കൂടി വന്നതോടുകൂടി ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധമുള്ളതോടുകൂടി അത് 62,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കാനായി. ഇവ രണ്ടും കൂടി കോട്ടയ്ക്കൽ മണ്ഡലം സംസ്ഥാനത്ത് മൂന്നാമത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷകരമായ കാര്യം. നൂതന സാങ്കേതിക വിദ്യയൊരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.